എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കൂടുതൽ ആദ്യമേ ചെയ്തത് കൈസാണ് ചെയ്തത്. കൈസ് അതിന്റെ അകത്ത് തമ്പനയിലൊക്കെ രഞ്ജിനി ഹരിദാസിന്റെയും ശ്രുതി തമ്പിയുടെയും മെറീനയുടെ ഒക്കെ ഫോട്ടോ വെച്ച് അതേപോലെ എല്ലാവരും തന്നെ അത് ചെയ്ത ആ വിഷയം ചെയ്ത എല്ലാവരും അങ്ങനെ ചെയ്ത് എന്തായിരുന്നു വെച്ചാൽ സെസ് റാക്കറ്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സ്ത്രീകളെ പെൺകുട്ടികളെ കൊണ്ടുപോയിപ്പിച്ച് അവിടെ പീഡിപ്പിച്ചത്. ആ സെസ് റാക്കറ്റിനെ പോലീസ് പിടിച്ചല്ല, ആ പിടിച്ചപ്പോഴാണ് പുറത്തു വന്ന കാര്യം. അന്ന് ദുബായിലോട്ട് മോഡലിംഗ് ആയിട്ടാണ് പെൺപിള്ളാരെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ മോഡലിംഗിന്റെ നിങ്ങൾക്ക് അടുത്ത ഒരു വലിയ ഭാവി, അതായത് ഇപ്പൊ കേരളത്തിൽ പെൺകുട്ടികൾ സ്വന്തമായിട്ട് കാലിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ആലോചിക്കുന്ന പെണ്ണുങ്ങളായതുകൊണ്ട് അങ്ങോട്ട് ഈ മോഡലിംഗിലും സിനിമാ രംഗത്തോട്ടൊക്കെ ഒരു വല്ലാത്തൊരു ആകർഷണമുണ്ട്. അതാണ് അവർ, ആ ഒരു മെന്റാലിറ്റിയാണ് അവർ ചൂഷണം ചെയ്തത്. അപ്പൊ അവര് അറിയാവുന്ന ഇവരെ പോലുള്ള മെറീന, രഞ്ജിനി ഹരിദാസ്, സുത്തമ്പി ഇവരെയൊക്കെ കൊണ്ട് നല്ല വാചകത്തിൽ അങ്ങോട്ട് പരസ്യം ചെയ്യിച്ചു. അതായത് പൈസ അധികം. അതിന്റെ അകത്ത് മെയിൻ കാര്യം ആ ഒരു കോഴ്സ് പോലെ വർക്ക്ഷോപ്പ് ഒരു 10 ദിവസം ഇവരെ ട്രെയിൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ട്രെയിനിങ് കൊടുത്തിട്ട് മോഡലിംഗ് രംഗത്തേക്ക് കടത്തി വിടുകയാണ്. പിന്നെ ഹിന്ദി സിനിമയോ മലയാള സിനിമയോ ഏത് സിനിമയിലേക്കൊക്കെ അവസരം കിട്ടുന്ന രീതി ഉള്ള ഒരു പരസ്യം. അതിന്റെ ഏറ്റവും ആകർഷകമായ ബുദ്ധിപരമായി നീങ്ങി ചെറിയ ഫീസ് അടച്ചാൽ മതി. അപ്പൊ ഇത്രയും മോഡലാവാനൊക്കെ കരുതിയിരിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവർ നോക്കുമ്പോൾ ചെറിയ ഫീസേ ഉള്ളൂ. അടച്ച് നേരെ ദുബായിലാണ് പോകുന്നത്. അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ റാമ്പിലോട്ട് ഇറക്കുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഒരു ഇവരുടെ പരസ്യത്തിൽ വിശ്വസിച്ച് കുറെ പെൺകുട്ടികൾ അവിടെ പോയി അവിടെ മോഡലിംഗ് വീണ് ഇപ്പോഴും എല്ലാം കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരവസ്ഥ വീണു. അപ്പൊ ആ ഒരു വീഡിയോ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറെ അധികം റിയാക്ഷൻ ചാനൽ ചെയ്തു. ആദ്യം കൈസ് ചെയ്തു. കൈസ് അപ്പൊ അതിന്റെ അകത്ത് തമ്പിനയിൽ ഇവരുടെയൊക്കെ ഫോട്ടോയാ കൊടുത്തത്. അപ്പൊ അത് മൂലം ശ്രുതിത്തമ്പിക്ക് അങ്ങ് നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയായെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി ഒരു വിശദീകരണ വീഡിയോ ഇട്ടു. ആ വീഡിയോയില് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അന്ന് ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴേ വിശദീകരണ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, ഞാൻ കണ്ടാണത്. അപ്പം അതിലെവിടെയും ഞാൻ മൂലം, നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് പേരണ കുറ്റത്തിന് ശിക്ഷയുള്ള കേട്ടോ, എന്നാലും പുള്ളിക്കാരത്തി ഒരിടത്ത് പോലും ഞാൻ മൂലം ഞാനൊരു ആഡ് ചെയ്തു, ഞാനത് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു, അവരാരാന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ആഡ് ചെയ്തു, ആ ആഡ് മൂലം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ എനിക്കത് സങ്കടമുണ്ട്, അങ്ങനത്തെ എന്തൊരു എക്സ്ക്യൂസ് അങ്ങനെ ഒരിടത്തും പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ കൈസോ അല്ലെ അതുപോലത്തെ റിയാക്ഷൻ ചാനലുകൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തിയെ ഇഷ്ടപ്പെടുന്ന, അതായത് ശ്രുതിത്തമ്പിയെ ഇഷ്ടപ്പെടുന്ന ആരാധകരും പുള്ളിക്കാരത്തിയുടെ ബന്ധുക്കളും പുള്ളിക്കാരത്തിയുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വിഷമമായി ഇങ്ങനെ റിയാക്ഷൻ ചാനൽ. എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? അതായത് സെസ് റാക്കറ്റിന്റെ ആഡ് ചെയ്തത് ശ്രുതിത്തമ്പിയാണ്. റിയാക്ഷൻ ചാനലുകാർ വിളിച്ചു പറഞ്ഞപ്പോ ശ്രുതിത്തമ്പിയുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ആരാധകർക്കും ഒക്കെ സങ്കടമായത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രുതിത്തമ്പിയും ഇവരും എല്ലാം രഞ്ജിനി ഹരിദാസും മെറീനയൊക്കെ പറഞ്ഞ പരസ്യത്തെ വിശ്വസിച്ച് അവിടെ പോയി സെസ് റാക്കറ്റിൽ പോയി ജീവിതം നരയിച്ച് മയക്കുമരുന്നിന് അഡിക്റ്റായി, ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കുമരുന്നിന് അഡിക്റ്റായി ജീവിതം നശിപ്പിച്ച ആ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലേ? ശ്രുതിത്തമ്പിയുടെ പേര് പോകുന്നതിലുള്ള വിഷമം എല്ലാവർക്കും ഉള്ളൂ. അവിടെ പോയി നരകിക്കാൻ ഒരാള് ശ്രുതിത്തമ്പിയുടെ വാക്ക് കേട്ടാ പോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ശ്രുതിത്തമ്പിക്ക്. അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ എന്റെ ആരാധകരും എന്റെ ബന്ധുക്കാർക്കും ഒക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് വിഷമമായെന്ന് പറഞ്ഞ് ഒരൊറ്റ വിശദീകരണ വീഡിയോ യൂട്യൂബിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ നമുക്കത് വരികൾക്കിടയിൽ വായിക്കാന്ന് പറഞ്ഞാൽ യാതൊരു പശ്ചാത്താപവും ഇല്ല, യാതൊരു ബോധവും ഇല്ല. പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ അവര് വാട്സാപ്പിൽ അയച്ചു, അവര് പറഞ്ഞ പോലെ തന്നെയുള്ള അവര് വാക്കുകളൊക്കെ അവരുടെ കമ്പനിയെ പറ്റിയുള്ള എല്ലാം അയച്ചു കൊടുക്കും. അവർ വാട്സാപ്പിൽ അയച്ചു, ഞാനത് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വാട്സാപ്പിൽ അയച്ചു, അവരെനിക്ക് ജിപേ ചെയ്തു, കഴിഞ്ഞു. ഒരു പരസ്യം കിട്ടുന്ന എന്താ അവരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അവര് സെസ് റാക്കറ്റാണോ, അവരാരാണ്, എവിടെന്ന് വന്ന് എങ്ങനെ വന്ന് ഒന്നും അറിയണ്ട. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വിഷയം സമൂഹത്തിലേക്കാണ് ഇടുന്നത്, അത് സ്വാധീനം ചെയ്ത് ഈ പരസ്യം പറയുമ്പോൾ തലയ്ക്കുള്ളിൽ അറിയാലോ, വാചകം പറയുമ്പോൾ അറിയാലോ, ഞാൻ പറയുന്ന വാക്കുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ വന്നിട്ട് വല്ല ആപത്തും വരുമോ, ഇങ്ങനൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. എവിടെയോ കിടക്കുന്ന ഒരു കമ്പനി, അവരാരാണ് എന്താണെന്ന് അവരെ വിളിച്ച് നേരെ കുന്നുകളയാണ് എങ്കിൽ പോലും ഒന്നിനും ഉത്തരവാദിത്തമില്ല, ഒന്നും അറിയത്തില്ല. പൈസ അയച്ചു, അവര് പറയുന്ന വാചകം അങ്ങനെ ചെയ്യുന്നു, ചെയ്ത് വിടുന്നു, കഴിഞ്ഞു. പുള്ളിക്കാരത്തിക്ക് അവിടെ കൊണ്ട് ഓക്കെ ആയി. പക്ഷെ പുള്ളിക്കാരത്തിയുടെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസിന്റെ വാക്ക് വിശ്വസിച്ച് ഏതെങ്കിലും പെൺകുട്ടികൾ വളരെയധികം സ്വപ്നങ്ങളുമായിട്ട് നേരെ മോഡലാകാൻ തിരിച്ചിട്ട് അവിടെ പോയി നേരെ ചെല്ലുന്ന വഴി തന്നെ ഒരു റൂമിലേക്ക് കയറ്റി വിടുന്നു. ആ കയറ്റി കഴിഞ്ഞാൽ അവര് മയക്കുമരുന്നൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുക്കുന്നു, പിന്നെ പുരുഷന്മാര് കയറുന്നു, ഒത്തിരി പുരുഷന്മാര് കയറുന്നു. അവരുമായിട്ടുള്ള എല്ലാം വീഡിയോ എടുക്കുന്നു. സിന്ധു എങ്ങാണ്ട് വീഡിയോ എടുക്കും, അലീന സിന്ധു ഒക്കെ അതിന്റെ ആൾക്കാർ വീഡിയോ എടുക്കുന്നു, പിക്ചർ എടുക്കുന്നു, നേരെ ഭർത്താവിനൊക്കെ. അതില്ലാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവര്
അവരെ കൊണ്ടുപോയത് മോഡലിനെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയത്, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവരെ കൊണ്ടുപോയത്. അവരോട് വിസയ്ക്ക് 4 ലക്ഷം രൂപ ചാർജ് മേടിച്ച് അവരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരെ പീഡിപ്പിച്ചിട്ട് അവരുടെ വീഡിയോയും പിക്ചറും എടുത്തിട്ട് നേരെ ഹസ്ബൻഡ് അയച്ചു കൊടുത്തു. കുറെ ദിവസം പീഡിപ്പിച്ചിട്ട് അവരെ തിരിച്ചു വിടുമ്പോൾ അവരുടെ ബാഗിന്റെ സിപ്പ് തുറന്നാൽ നേരെ കിട്ടുന്ന എയർപോർട്ടിൽ വന്നാൽ കിട്ടുന്നത് മയക്കുമരുന്നാണ്. അന്നേരം നേരെ അകത്ത് പൊക്കോളും, ചോദ്യമൊന്നുമില്ല. കാരണം ഇവരെ കുറിച്ച് പിന്നെ പുറത്ത് പറയാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ആ പെൺകുട്ടി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സെക്സ് റാക്കറ്റിനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിയേക്ക് ഉപദ്രവിച്ചതിന്റെ കാര്യം ഈ ശ്രുതിത്തമ്പി ഒരു നിമിഷം പോലും ഞാൻ മൂലം ഒരു പെൺകുട്ടി അവിടെ പീഡനം അനുഭവിച്ചതിന്റെ ഒരു നേരിയ വിഷമം പോലും ഇല്ലാതെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് എന്റെ ഇമേജിന് കോട്ടം തട്ടുന്ന പോലെ വീഡിയോ ചെയ്തു. റിയാക്ഷൻ ചാനൽ, ഒറ്റ റിയാക്ഷൻ ചാനൽ പറഞ്ഞിട്ടില്ല ഈ ശ്രുതിത്തമ്പിയോ രഞ്ജിനി ഹരിദാസോ ആ സെക്സ് റാക്കറ്റിന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ടില്ല. അവര് കൊടുത്ത ആഡ് ഇവര് പറഞ്ഞത് മൂലമാണ് ആൾക്കാർ പോയത്, അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഇവരാ സെക്സ് റാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്നാലും അത്രയും പറഞ്ഞതുകൊണ്ട് ഇവരുടെ ഇമേജ് പോയി. ഇവരുടെ ഇമേജിനും ജീവിതത്തിനും ജീവനും എല്ലാം എന്തൊരു വാല്യൂ ആണ് ഇടുന്നത്. അപ്പൊ അവിടെ പോയ ആൾക്കാർക്ക് ഒരു വാല്യൂ ഇല്ലേ? വെറുതെ വീട്ടിൽ ഇരുന്ന് സ്വപ്നം കണ്ടുറങ്ങിയിരുന്ന കൊച്ചു പെമ്പിള്ളാരൊക്കെയാണ് കയറിപ്പോയിരിക്കുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ ആണല്ലോ ഇതിൽ ചെന്ന് പെടുന്നത്, ഈ വക പരസ്യം കാണുന്നതും ആകർഷകമാകുന്നത്. അപ്പൊ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരൊക്കെ മോഡലായിട്ട് 2 കോടിയുടെ വീടങ്ങാണ്ട ശ്രുതിത്തമ്പി വെച്ചിരിക്കുന്നത്. ശ്രുതിത്തമ്പിക്ക് എന്താണ് ദുബായ് പണി എന്നുള്ളത് നമുക്കറിയില്ല. ടിക്ടോക്ക് ഏതാണ്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് ചെയ്യുന്നുണ്ട്, കുറെ അധികം ഡാൻസ് കളിക്കുന്നതാണ്. ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. ഇവിടെയൊന്നും അല്ല, കേരളത്തിലല്ല, ദുബായിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ലൈസൻസ് ഉള്ള വ്ളോഗറാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലൈസൻസ് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനാണ് പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്നത്. കാരണം പണം കിട്ടിയാൽ എന്തും വിളിച്ചു പറയും. ആരാണ് എന്താണ് ഇവര് കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് ഇതൊന്നും നോക്കുന്നില്ല. നല്ല അന്തസ്സായിട്ട് അവരെഴുതി കൊടുക്കുന്ന ഏത് പരസ്യക്കാരും അങ്ങനെ അവരവരുടെ പ്രോഡക്റ്റ് എന്താണോ അത് വിൽക്കാൻ ഏറ്റവും നല്ല വാചകം എഴുതി കൊടുക്കും. ഇവളുമാരത് കാണാതെ പഠിച്ചിട്ട് അങ്ങോട്ട് ആക്ട് ചെയ്തിട്ട് അങ്ങ് പറയും. നമ്മളത് കാണുമ്പോഴത്തേക്കിനും അവര് സ്വന്തം വളരെ നന്നായിട്ട് അവതരിപ്പിച്ച് നമ്മൾ അത് ചെന്ന് കമന്നടിച്ച് വീഴും. നമ്മളല്ല, വീഴുന്ന പെമ്പിള്ളാരുണ്ട്. അപ്പൊ സുൽത്തമ്പി പറയുന്നൊന്ന് കേൾക്കാം. എനിക്ക് എന്നെ അറിയാവുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും നാട്ടുകാർക്കും ഒക്കെ ഇതൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്നൊരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു വിഷയത്തിൽ വേണമെന്ന് എന്റെ സുഹൃത്തുക്കൾ 1-2 പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ശ്രുതി ഇതിന് എന്തായാലും റിയാക്ട് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ ശ്രുതി ബാഡായിട്ട് തിങ്ക് ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കൂട്ടത്തിൽ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ്, എന്റെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് ഒരു വീഡിയോ ഞാൻ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗുമായിട്ട് വന്നത് കേട്ടോ. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പായിട്ട് ഒരു ഫാഷൻ ഷോ നടന്നിരുന്നു ദുബായിൽ. അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഞാൻ അതിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്, താല്പര്യമുള്ള ആളുകൾ ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഫാഷൻ ഷോയുടെ ഷോ ഡയറക്ടർ വിജേഷ് വയലാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കോൾ ചെയ്യുകയും ഇങ്ങനെ ഒരു പ്രൊമോഷണൽ വീഡിയോ ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം, മറ്റുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അത് വാട്സപ്പിലാണ് എനിക്ക് കോൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ ആ പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വാട്സപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു കൊടുക്കുകയും അതിന്റെ പ്രതിഫലം എന്റെ അക്കൗണ്ടിലേക്ക് പുള്ളി സ്പോട്ടിൽ തന്നെ ഇട്ട് തരികയും ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വ്യക്തി ആ വിഷയത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ, അതിന്റെ തെളിവുകളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ദയവ് ചെയ്ത് അപവാദങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. കാരണം എനിക്കും ഒരു ജീവിതമുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ചുറ്റുവട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു വിഷയമായിട്ട് പ്രൊമോഷൻ ചെയ്തതല്ലാതെ എനിക്ക് മറ്റൊരു ബന്ധവും ഇല്ല. ഞാൻ അതിന് നോർമൽ പ്രൊമോഷൻ കൊളാബറേഷൻ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അതായത് മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഒരു പ്രൊമോഷൻ വീഡിയോ അയച്ച് അത് വാട്സാപ്പിൽ ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ഇതേ എനിക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ലൈസൻസ്ഡ് ബ്ലോഗറാണ് കേട്ടോ. അവിടുത്തെ ഈ ലൈസൻസും പിന്നെ അഡ്വർടൈസ്മെന്റ് പെർമിറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ലീഗൽ ആയിട്ടുള്ളൊരു ബ്ലോഗറാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ബ്ലോഗ് ചെയ്യാം. ശ്രുതിത്തമ്പിയുടെ വരികളിൽ എവിടെ ഒരു പശ്ചാത്താപത്തിന്റെ ഒന്നും ആ വീഡിയോ മൊത്തം കണ്ടാലുമില്ല. ശരിക്കും പറഞ്ഞാൽ പീഡന പരമ്പര എന്ന് പറഞ്ഞാൽ അവിടോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ മാസങ്ങളോളമാണ് അവരെ അടച്ചിട്ട് മുറിക്കാത്തിരുന്നത്. ആ പീരിയഡ്സ് മാറി നിൽക്കാനുള്ള മരുന്ന് കൊടുക്കും, ഒരിക്കലും പീരിയഡ്സ് ആവത്തില്ല. കാരണം ഡെയിലി പുരുഷന്മാരിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഫുഡ് മര്യാദയ്ക്ക് കൊടുക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആവക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതിനൊന്നും ട്രീറ്റ്മെന്റ് എടുക്കില്ല. വേദന കൊണ്ട് പൊളഞ്ഞാണ് പല സ്ത്രീകളും ഈ പീഡനത്തിൽ പോയവർ പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത് കേട്ടിട്ടുള്ള ഞാൻ. ആ പീരിയഡ്സ് മാറി നിന്ന് മാസങ്ങളോളം മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഒത്തിരി അസുഖങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും ചില സൈക്കോ ആയിട്ടുള്ള പുരുഷന്മാർ കയറി ചെല്ലുന്ന അവർ വല്ലാതെ ഉപദ്രവിക്കുന്നു. പിന്നെയൊന്നും ബാത്റൂമിൽ കയറിയിട്ടൊക്കെ ഇറങ്ങാതെ ഇരുന്ന സൂര്യനെല്ലി കേസിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചൂടുവെള്ളം താഴേക്കൂടെ ഒഴുക്കും. അപ്പൊ ചൂടുവെള്ളം ആകുമ്പോൾ
വാതിൽ തുറക്കുമല്ലോ. അങ്ങനെ ഒന്നിനും രക്ഷപ്പെടാൻ പറ്റാതെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തിൽ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇവളുമാരൊക്കെ കൂടെ തള്ളിവിട്ട് കേരളത്തിലെ കുറെ അധികം സ്ത്രീകളെ. ഇപ്പോഴും എല്ലാവരും വന്നു തീർന്നിട്ടില്ല. എന്നിട്ട് എവിടെയെങ്കിലും ഒരു പശ്ചാത്താപം ഈ പെൺകുട്ടിയുടെ വാക്കുകളിലില്ല. ഈ പെൺകുട്ടി അവിടെ പോയി ടിക്ടോക്ക് ഒക്കെ ചെയ്ത് കോടികൾ ഉണ്ടാക്കുന്നു, അല്ലെ ഇതേപോലെ പരസ്യം ചെയ്ത് കോടി ഉണ്ടാക്കുന്നു. ഈ ആടിന് വേണ്ടി വരുന്ന ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അല്ല. അവർ എവിടെ സ്ഥിതി ചെയ്യുന്നു, അവരുടെ സ്ഥാപനം എന്താണ്, ഇതൊന്നും പോയി കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ വാട്സാപ്പിൽ കൊടുക്കുന്നു, അത് പറയുന്നു, തിരിച്ച് വാട്സാപ്പ് പരസ്യം ചെയ്തിട്ട് ആ വീഡിയോ അവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്നു, അവർ ഇങ്ങോട്ട് പൈസ കൊടുക്കുന്നു. ഇത് നേരെ അവർ സോഷ്യൽ മീഡിയ ഇടുന്നു. ഇത് കാണുന്ന സുഹൃത്തമ്പിയാണല്ലോ പറഞ്ഞേ, അല്ലെ ആ രഞ്ജിനി ഹരിദാസ് ആണല്ലോ പറഞ്ഞേ എന്നും പറഞ്ഞ് കുറെ പൊട്ടി പെമ്പിള്ളാർ നേരെ പോയി. ഇവിടെ ഇപ്പൊ പരാതി കൊടുത്ത പെണ്ണ് ഞാൻ ആദ്യമേ പറയല്ലോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതിന് 4 ലക്ഷം രൂപ മുടക്കിയാണ് ആ പെൺകുട്ടി അവിടെ പോയി. അന്ന് തൊട്ട് അതിനെ ഇതുപോലെ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് അതിനെ വിടുമ്പം ഭർത്താവിനൊക്കെ അത് വേറെ പുരുഷന്മാരുടെ കൂടെ ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം അയച്ചു കൊടുത്തു ഫോട്ടോ. എന്നിട്ട് അതിനെ തിരിച്ചു വിടുമ്പോൾ അതിന്റെ ബാഗിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് കൊടുത്ത് ഇവിടെ വന്ന് എയർപോർട്ടിൽ വരുമ്പോഴേ അകത്ത് പൊക്കോളൂ. അത്രയും ഉപദ്രവം ചെയ്ത് അപ്പൊ അവരുടെ ആ മനസ്സൊന്ന് നോക്ക്. അതെല്ലാം വീഡിയോ എടുത്ത് സിന്ധു പിടിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, അലീന സിന്ധു ഒക്കെ. അപ്പൊ അത്രയും ക്രൂരന്മാരാണ് അവര്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഈ ചെറിയ പരസ്യം പറയുന്ന പിമ്പിളാർ ഇന്നാളൊരു ചെറുക്കൻ ഒരുത്തിയ പരീക്ഷ കൊച്ചു പെണ്ണ്, അതിന്റെ പേര് മറന്നു. ഇതോടൊക്കെ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം വിളിച്ച് പറയുമ്പോൾ എന്ത് സാധനം, നിങ്ങൾ എവിടെ, നിങ്ങളുടെ പേര്, ഇതൊന്നും ആ പെൺകുട്ടിക്ക് അറിയേണ്ട കാര്യമില്ല. പൈസ എത്ര കിട്ടും, ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ ഇവർക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവരെല്ലാം ശ്രുതി ഇപ്പൊ ഇത് ചെയ്ത് ഇപ്പൊ ഈ വിശദീകരണ വീഡിയോ വന്നതിൽ നിന്ന് തന്നെ ശ്രുതിക്ക് യാതൊരു പശ്ചാത്തലമോ മനസാക്ഷിക്കുത്തോ ഈ പെൺകുട്ടിയുടെ ജീവിതം കാണാൻ, ഇവരുടെ ജീവിതം എന്റെ വായിൽ നിന്ന് വീണ ഒരു പരസ്യം കൊണ്ട് ഒരാളെങ്കിലും പോയാൽ അവരുടെ ജീവിതം ഞാനാണല്ലോ കളഞ്ഞെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പക്ഷെ ശ്രുതി തമ്പി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ആ വീഡിയോ കണ്ടറിയാം. വെറും രാക്ഷസ മനസ്സാണ് ഇവർക്കൊക്കെ. പണം 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 അല്ല പിന്നെ ഇത്രയും മറ്റുള്ളവരിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിന്താഗതിയെല്ലാം ശ്രുതിത്തമ്പി. കാരണം കേരളത്തിൽ സാധാ ഒരു പെൺകുട്ടി ഇപ്പൊ ദുബായ് പോയിട്ട് കോടികൾ ഉണ്ടാക്കുന്നു, പറയത്തക്ക ജോലിയില്ല. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുള്ള മനസാക്ഷി ഉണ്ടായേ പറ്റുമെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും ഈ ന്യായീകരണ വീഡിയോ ആയിട്ട് വരാൻ നാണമില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. അതിൻ്റെ അകത്ത് വന്ന് ഇസ്മി കൈസ് ചെയ്തതിന്റെ മറുപടിയാണ് ന്യായീകരണ വീഡിയോ. കൈസ് അതിൻ്റെ അകത്ത് സെക്സ് റാക്കറ്റില് ശ്രുതിത്തമ്പി ഉണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മോഡല് ഈ ആ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ആഡ് ചെയ്തു. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന പോലെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ, അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ആഡ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ ആഡ് കണ്ട് വിശ്വസിച്ച ആൾക്കാർ പോയില്ലേ. അപ്പൊ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം ഇട്ട് പന്താടി കാശുണ്ടാക്കാതെ ഇനിയെങ്കിലും ഇങ്ങനത്തെ പരസ്യമൊക്കെ വരുമ്പം ഇത് എന്താണ്, ഇത് എവിടുന്ന് വന്നാണ്, ഈ സ്ഥാപനം എവിടെ, ഇത് ആരാണ് നടത്തുന്നത്, ഇത് ക്രിമിനലായിട്ടുള്ള ആൾക്കാരാണോ, ആ കാശ് മേടിച്ച് ചോറുണ്ടായി ഇറങ്ങുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യണം. അങ്ങനെ അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയും പുള്ളിക്കാരത്തി അങ്ങനെയുള്ളൂ. മനസ്സിന്റെ സ്ഥാനത്ത് കല്ലായിട്ടിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ ആ ഗണത്തിൽ പെട്ടത് തന്നെയാണ്. അല്ല മുഖഭംഗി വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഭംഗിയുള്ള നല്ല മുഖവും നല്ല ബോഡി ഷേപ്പും ഒക്കെ ശ്രുതിത്തമ്പിക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു അലിവുള്ള ഹൃദയമില്ല, അത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.